Hi friends, we will make Russian chicken kebab. We will chicken This is boneless chicken. We will yellow chicken. We will wave chicken. Chicken is 3 curry. We will chicken on the verge. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കുക ചിക്കൻ എന്തായി ഒന്ന് നോക്കാം ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഇറക്കി വെക്കാം ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമ്മുടെ ഉരുളക്കിഴങ്ങ് എന്തായെന്ന് നോക്കാം ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഒന്ന് ഇറക്കി വയ്ക്കാം ചിക്കനിലെ എല്ലൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ ചെറുതാക്കി ഇടാം സാധനം നല്ല ചൂടുണ്ട് നമ്മൾ ചൂട്ടോടെ തന്നെയാണ് ചെയ്യുന്നത് റഷ്യൻ കബാബിൽ സേമിയാണ് യൂസ് ചെയ്യുന്നത് അത് നമുക്ക് ചെറുതായി പൊടിച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാം ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം സേമിയ വറുത്തെടുക്കാനായിട്ട് ചട്ടിയൊന്ന് വെച്ച് കൊടുക്കാം നമുക്ക് സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം ഏകദേശം ഈ കളറിൽ വരണം നമുക്കിതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്കിതിലേക്ക് ഓയിലൊന്ന് വെച്ച് കൊടുക്കാം ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇനി പച്ചമുളക് പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ പേസ്റ്റൊക്കെ ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കൊന്ന് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ച ക്യാരറ്റാണ് ഇനി ഇതിലേക്ക് നമുക്ക് ബീൻസും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഗരം മസാല ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വരണം ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ നമുക്കിതൊന്ന് ഇറക്കി വയ്ക്കാം. നമുക്കപ്പോൾ അതിലേക്ക് ഉരുളക്കിഴങ്ങ് വന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് മല്ലിയെണ്ണ എന്നിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് മുട്ടയൊന്ന് പൊട്ടിച്ച് ഒഴിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ കുരുമുളക് പൊടി, നമ്മുടെ കബാബ് മുട്ടയിൽ മുക്കിയിട്ട് സേമിയയിലിട്ടെടുക്കാം. നമുക്ക് ചട്ടി ഒന്ന് വെച്ചിട്ട് നമ്മുടെ കബാബ് ഒന്ന് വറുത്തെടുക്കാം. ചട്ടി ഒന്ന് ചൂടായിട്ട് നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ എണ്ണയൊക്കെ നന്നായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മുടെ കബാബ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കബാബ് ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ റഷ്യൻ ചിക്കൻ കബാബ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ആയി നോക്കണ്ടേ? ഇന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സുഹൃത്തുക്കളാണ് വന്നിരിക്കുന്നത്. സുഹൃത്തിൻ്റെ പേര് രാകേഷ് മണികണ്ഠൻ. അപ്പോൾ അവർ ടേസ്റ്റ് ചെയ്തിട്ട് ഐറ്റം എങ്ങനെയുണ്ടെന്ന് പറയും. അപ്പോൾ രാകേഷേ ടേസ്റ്റ് ചെയ്തോ. മണി ടേസ്റ്റ് ചെയ്തോ. എങ്ങനെയുണ്ട് രാകേഷേ? നന്നായിട്ടുണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുണ്ട്. കൊള്ളാം. ടേസ്റ്റ് വെറൈറ്റി ആയിട്ടുണ്ട്. സൂപ്പറായിട്ട്. അപ്പോൾ ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി പറയാം. ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. സോസിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നത്. നമുക്കിതിൻ്റെ ടേസ്റ്റ് തന്നെ അറിയാൻ പറ്റുന്നത് സോസിൻ്റെ കൂടെ കഴിക്കുമ്പോഴാണ്. സംഭവം അടിപൊളിയില്ല. റവനെക്കാട്ടും നമ്മുടെ ഈ ചിക്കൻ്റെ ഒരു ഇതൊക്കെ വരുന്നുണ്ട് അല്ലേ? ചിക്കനാട്ടത് ബോൺലെസ് ചിക്കൻ ആട്ടിക്കണം. അപ്പോൾ ചിക്കൻ്റെ ടേസ്റ്റ് ഒക്കെ നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. അതിൽ നല്ല ക്രൈസ്പി ഉണ്ട്. നല്ലൊരു എരിവുണ്ട് തന്നെ. എരിവും നന്നായിട്ടുണ്ട്. കുരുമുളകിൻ്റെ എരിവ്.
കുരുമുളക് അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ പേസ്റ്റൊക്കെ നമ്മൾ ഇട്ടാലും നന്നായിട്ട് മൊത്തത്തിൽ നന്നായിട്ട്. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അഭിപ്രായങ്ങൾ വല്ലതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക.